കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജുകളിൽ ആദ്യമായി 2019 കലാചരിത്രവും ദൃശ്യപഠനങ്ങളും ആർട്ടിസ്റ്റ് ആൻഡ് വിഷ്വൽ സ്റ്റഡീസിൽ ഒരു ബാച്ചിലർ കോഴ്സ് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ വരുന്നത്. ഫൈൻ ആർട്സ് കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ കലാചരിത്രം എന്ന വിഷയത്തിൽ ആദ്യത്തെ കോഴ്സ് എന്നുള്ള നിലയ്ക്ക് വന്നതുകൊണ്ട് തന്നെ അത് തൃശ്ശൂർ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഇതിൽ താല്പര്യപ്പെട്ട് ഈ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമല്ല ഫൈൻ ആർട്സ് കോളേജിൽ ഇങ്ങനെയും ഒരു കോഴ്സോ എന്ന് കരുതി പലരും താല്പര്യം ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു വളരെയധികം ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ക്യൂറട്ടോറിയൽ എന്നൊക്കെ പറയുന്ന, അതായത് ഈ കലയെക്കുറിച്ചുള്ള ചർച്ചകൾ, കലയെക്കുറിച്ചുള്ള ആലോചനകൾ, ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് ജീവിക്കുന്നത് ചിന്തയുടെ ഒരു ആകാശത്തിൻ്റെ, പൊതുവായ ആകാശത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നത് എങ്ങനെ, ഇത്തരം വിഷയങ്ങളാണ് ഈ കലാചരിത്രം എന്ന വിഷയത്തിൽ ഇവർ പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ഒരാൾ പലപ്പോഴും കല ചെയ്യുന്നവർക്ക് കലയെക്കുറിച്ച് പറയാൻ പ്രയാസമാണ്. അപ്പോൾ ഈ കലയെക്കുറിച്ച് പറയാനായിട്ടുള്ള ശീലം നിത്യേന ഈ ക്ലാസ്സിൽ കല ചെയ്യുകയും കലയെക്കുറിച്ച് പറയുകയും ചെയ്യാനുള്ള പരിശീലനം ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിലുണ്ട്. ഹിസ്റ്ററി കാണാപ്പാടം പഠിക്കുന്നവരല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് അതിൽ നിന്ന് കണ്ടെത്തി അതിൽ നിന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലോട് വന്നപ്പോഴും അത് തന്നെയായിരുന്നു ഞാൻ എയിം ചെയ്തത്. കാരണം ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ആ ഒരു ഫോക്കസിൽ മാത്രം പോവാതെ എൻ്റെതായ ഒരു സാധനം ഞാൻ ഉണ്ടാക്കണം എന്ന് എൻ്റെ ഉള്ളിലുണ്ട്. അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവനവൻ പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന അവനവന് താല്പര്യമുള്ള പ്രാക്ടീസ് രംഗങ്ങളെ ഈ ക്ലാസ് മുറിക്കകത്ത് കൊണ്ടുവന്നാൽ ഇവിടെ ഒരു പൊതുവായ കലാചരിത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് അതിനെ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടും. ഇതിൽ ആദ്യത്തെ ബാച്ചിലുള്ളൊരു വിദ്യാർത്ഥി അവനോട് വന്നിട്ട് ആനിമേഷനാണ് ചെയ്തത്. പക്ഷേ ഈ ആനിമേഷൻ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ആർട്ട് ഹിസ്റ്ററിയുടെ പാഠങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ചർച്ചകൾ, ചിന്തകൾ, അതിൻ്റെതായിട്ടുള്ള എക്സ്പോഷർ എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആള് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പിന്നെ NIDക്ക് കയറുകയാണ് ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ആർട്ട് ഹിസ്റ്ററി ഫൈൻ ആർട്സ് കോളേജ് തുടങ്ങിയ ബാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ വരുമ്പം നമുക്ക് പെയിൻറ്റിങ് അല്ലെങ്കിൽ അപ്ലൈഡ് ആർട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ആർട്ട് ഹിസ്റ്ററിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. കോവിഡ് ടൈമാണ് നമ്മൾ ശരിക്കും ഈ സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മൾ കോളേജിൻ്റെ സ്പേസ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നുള്ള കാര്യങ്ങൾ. സെക്കൻഡ് വീക്ക് വന്നിട്ട് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി. അപ്പോൾ അതിലാണ് ഞാൻ ആനിമേഷൻ തുടങ്ങി. അതിൽ മിസ് എന്നോട് ഈ ആനിമേഷൻ തന്നെ ഫസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർട്ട് ഹിസ്റ്ററി ആയതുകൊണ്ട് എനിക്ക് ആനിമേഷൻ കുറച്ചും കൂടി വർക്കിൽ എനിക്ക് നെറേറ്റീവായിട്ട് പല അണ്ടർലൈങ് ആയിട്ട് കുറേ സാധനങ്ങൾ ഇടാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എൻ്റെ ഒരു വർക്കിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതിൻ്റെ കാരണം തന്നെ ഈ ആർട്ട് ഹിസ്റ്ററി ഇവിടെ പഠിച്ചതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു ഇടം എന്ന് പറയുന്നത് ഒരു ലോഞ്ച് പാഡ് പോലെ ഒരു ഫർദർ കരിയറിനും കുറച്ചും കൂടി എന്താ പറയുക, അവനവൻ ഏത് പഠിക്കണം, എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലോഞ്ച് പാഡായിട്ട് ഈ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിനെ എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റ് പെയിൻറ്റിങ്ങോ സ്കൾപ്ചറോ അപ്ലൈഡ് ആർട്ടോ പഠിക്കുന്നത് നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ആർട്ട് ഹിസ്റ്ററിയുടെ ഉള്ളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എല്ലാം ഒരുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ആർട്ട് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം മിസ് കവിത മിസ്സിൻ്റെ ഒരു റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എൻ്റെ ഈ 4 വർഷം പഠനത്തിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊരു സപ്പോർട്ടിങ് സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എൻ്റെ കൂടെയുള്ള കുട്ടികൾ ചെയ്ത വർക്കിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വർക്കിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആർട്ട് ഹിസ്റ്ററിയെ ഞാൻ കണ്ടിരുന്നത് എൻ്റെ വർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതിൻ്റെ എല്ലാ ഒരു പോർഷനിലും എനിക്കതിനെ മനസ്സിലാക്കണം, വർക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നെങ്കിൽ ആർട്ട് ഹിസ്റ്ററി തന്നെ കൂടിയേ തീരും. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി വരുന്ന ഒരാൾ, ഫിലിമിൽ താല്പര്യമുള്ള ഒരാൾ, ഫിലിമിൽ കോഴ്സൊന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്ന ആൾ ഡാൻസ് നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷെ അതിലൊന്നുമല്ല പഠിച്ചു പോയത്, ഇവിടെ കല പഠിക്കാനാണ് വന്നത്. പക്ഷേ അവനവൻ്റെ നൃത്തം എങ്ങനെ ഒരു പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു കലാരൂപമായിട്ട് അല്ലെങ്കിൽ കലാചരിത്രത്തിൽ
നൃത്തത്തിൽ തന്നെ വിശദമായിട്ട് അതിൻ്റെ കലാചരിത്രം പഠിക്കാൻ ഇവിടെ വന്ന് നൃത്തം അറിയുന്ന നൃത്തത്തെ ഉപയോഗിച്ച് ഇവിടുത്തെ പഠന സമ്പ്രദായങ്ങളോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് സാധ്യതയുണ്ട്. പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ യാത്രകൾ ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ യാത്രകൾ ചെയ്യാൻ പറ്റി. നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കുറേ യാത്രകളും പിന്നെ കുറേ പേരോട് സംസാരിക്കാനൊക്കെ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒരു സ്കില്ല്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും പോവാം, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാം, ഒരു ധൈര്യം. ഇപ്പോൾ സ്റ്റേജിൽ കയറി പറയാനാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പേടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി. എനിക്ക് പേഴ്സണലി കേരളത്തിൽ ആർട്ടിസ്റ്ററി കോഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ വന്നു തുടങ്ങുന്നതുള്ളൂ. പലർക്കും ആ ഒരു കോഴ്സിനെ കുറിച്ച് അറിയില്ല. എന്താണ് ആർട്ടിസ്റ്ററി അല്ലെങ്കിൽ എന്താണ് ആർട്ട് സ്റ്റോറി എന്നുള്ളൊരു മേഖല പലരും കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ആർട്ടിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതുകൊണ്ട് ആർട്ടുമായി റിലേറ്റഡ് ആയ എല്ലാ മേഖലയിലും ഒരു ബേസിക് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്ക് എടുത്ത അതേ കോഴ്സ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസർച്ച് തുടരാനും എഴുത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും വായനയിലേക്ക് കൂടുതൽ പോകാനും എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വലുത് തന്നെയാണ്. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, നമുക്ക് ആർക്കൈവൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് പഠിക്കുന്നു. സത്യത്തിൽ കലയ്ക്ക് ചരിത്രം ഉണ്ടോ, കലയുടെ ചരിത്രം എന്നൊക്കെ എന്താണ് എന്നൊക്കെ സംശയിക്കുന്ന ഒരു കാലം സമീപകാലം വരെ ഉണ്ടായിരുന്നു, ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കലയ്ക്ക് ചരിത്രം ഇല്ലാഞ്ഞിട്ടല്ല, ഈ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും എവിടെയും ഡോക്യുമെന്റഡ് അല്ല. നമുക്ക് അതിനൊക്കെ സായിപ്പ് വരണം. പക്ഷേ നമ്മുടെ പുതിയ തലമുറ മനുഷ്യന്മാർക്ക്, കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ മനുഷ്യർക്ക് ഇവിടെ തന്നെ ഹിസ്റ്റോറിയൻസ് ഉണ്ടാകാവുന്നതാണ്. നമ്മളുടെ ഇടയിലുള്ള മനുഷ്യരെ ഡോക്യുമെന്റ് ചെയ്ത് കൃത്യമായി അവരെക്കുറിച്ചുള്ള അറിവുകൾ നിർമ്മിക്കുന്ന ആർക്കൈവിസ്റ്റുകളായിട്ട് കൂടി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇറങ്ങാം. അതനുസരിച്ചുള്ള ജോലികളും അവർക്ക് സാധ്യതയുണ്ട്. ഗവേഷണം തുടങ്ങിയ ആദ്യകാലം മുതലേ എനിക്ക് സ്ഥാപനവുമായി അടുത്ത സൗഹൃദമുണ്ട്. ഇവിടെ നടന്നു വരുന്ന ആർക്കൈവൽ വർക്കുകളുമായിട്ടും ഇവിടുത്തെ പ്രാക്ടീസുകളുമായിട്ടുമൊക്കെ നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയിട്ടുമുണ്ട്. അത്തരത്തിൽ വളരെ കൗതുകം തോന്നുകയും വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുകയും ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, പലപ്പോഴും ഞാൻ റിസർച്ചിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ഞാൻ കേട്ട കാര്യം കേരളത്തിനൊരു കലാചരിത്രമില്ല എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ കലാചരിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ സ്കാറ്റേഡ് ആണ്, അത് പഠിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള വാദങ്ങളും വായനകളും വളരെയധികമായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ പഠിക്കാൻ സാധിക്കാത്ത ഒന്നുമല്ല എന്നും ഇനിയിപ്പം അങ്ങനെ ഇല്ലായ്കയുണ്ടെങ്കിൽ ആ ആബ്സെൻസിൻ്റെ പ്രസൻസ് പോലും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നും ഒക്കെയുള്ള ധാരണകളെ എനിക്ക് ഉറപ്പിച്ചു തരാൻ ഈ സ്ഥാപനം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ആർക്കൈവ് പോലത്തെ സ്ഥാപനത്തിൽ പോയി നമുക്ക് ഹിസ്റ്ററി ബേസ് ചെയ്ത് കുറേ മെറ്റീരിയൽസ് കിട്ടുമെന്നുള്ള ഐഡിയാസ് ഒന്നുമില്ല. ഒരു പ്രോജക്റ്റ് വഴി ഞാൻ പോയി അവിടെ ചെന്ന് കളക്ട് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇത്രയും ഡെവലപ്പായിട്ടുള്ള കാര്യങ്ങൾ, പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ അറിയാൻ വേണ്ടി ഇവിടുത്തെ മാഗസീനും വീക്ക്ലീസൊക്കെ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ അറിയുന്നത് ആ ടൈമിലാണ്. സത്യത്തിൽ ആർക്കൈവിനെ പറ്റിയുള്ള നമ്മളുടെ ധാരണകൾക്ക് വളരെയധികം ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു മാനം കൊടുക്കേണ്ടത്. ആർക്കൈവ് ഒരു സ്റ്റാഗ്നൻ്റ് ആയൊരു പരിപാടിയല്ല. എടുക്കുക, സൂക്ഷിക്കുക, ഒരു കാലഘട്ടത്തെ ഫയലിലാക്കി വയ്ക്കുക എന്നുള്ളതിനപ്പുറം അതിന് നമ്മളോട് നമ്മളുടെ സമകാലികതയോടൊക്കെ കുറേയധികം കോൺവേഴ്സ് ചെയ്യാനുണ്ട്, കുറേയധികം സംസാരിക്കാനുണ്ട് എന്നൊക്കെയുള്ളൊരു ഇൻസൈറ്റാണ് ഞാൻ ആർക്കൈവിങ് തുടങ്ങിയപ്പോൾ. നമ്മളൊരു പക്ഷേ ഒരേ സ്ഥലത്തു നിന്നാണ് ആർക്കൈവിങ് തുടങ്ങുന്നത്. അയ്യത്തുള്ള അപ്പന്തപുരം സ്മാരക ലൈബ്രറിയിൽ നിന്നാണ്. വളരെ എക്സ്റ്റെൻസീവായ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ കലയെപ്പറ്റി നമ്മൾ കാണുമ്പോൾ ശ്രീദേവി കണ്ട ഒരു പാറ്റേണിൽ നിന്നും കുറേയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് എൻ്റെ റിസർച്ച് പോകുന്നത്. നിലവിലിപ്പോൾ ആർട്ട് ഹിസ്റ്ററിയിലുള്ളൊരു ആർക്കൈവൽ സ്റ്റഡീൻ്റെ ഭാഗമാണ് 50-60 തന്നെ ഈ മാഗസിൻ കളക്ട് ചെയ്തത്. കലയെഴുത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആർക്കൈവിൽ പോയി നമ്മൾ കളക്ട് ചെയ്തതാണ് ഈ മെറ്റീരിയൽസ്. നമ്മൾ ഈ ഒരു സ്റ്റഡിയിലൂടെ ഇറങ്ങിയപ്പോഴാണ് കൂടുതലായിട്ട് ഇതിൻ്റെ അത് ഇത്രയും ആർട്ടിക്കിൾസ് ആയാലും കാര്യങ്ങളുണ്ടെന്ന് അറിയാം.
അറിയില്ല ഈ ഒരു ടൈം പീരീഡിൽ എന്ത് നടന്നിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെ നമ്മളെ തലമുറയ്ക്ക് മുന്നിൽ നമ്മളൊന്നും ജനിക്കാത്തൊരു കാലത്തുണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാഗസിൻ കണ്ടു വളർന്ന് നമുക്ക് ഈ ഇത്തരത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ അതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് 50-60 കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അവർ ഇത്രയും വായിക്കുന്നവരാണെന്നും അവർ കലയെക്കുറിച്ച് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നും തന്നെ അറിയുന്നത്. കലയെഴുത്തിൻ്റെ ഒരു അവതരണത്തിൽ അല്ലെങ്കിൽ കലയെഴുത്തിൻ്റെ ആർക്കൈവിന് ഒരു ക്യൂററ്റോറിയൽ കൺസേണോടുകൂടി ശ്രീദേവി നോക്കി കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെ എൻ്റെ കൺസേൺ അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കലായ അതിൻ്റെ ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള അതിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളെ പറ്റിയുള്ള അന്വേഷണമൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആർക്കൈവിനെ തന്നെ പലതരത്തിൽ സമീപിക്കാം എന്നുള്ളതിൻ്റെ വളരെ വലിയൊരു എക്സാമ്പിളാണ്. ഇപ്പം ശ്രീദേവിൻ്റെ കൺസേൺ എൻ്റെ കൺസേണുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടിച്ചേരുന്നുണ്ടെങ്കിൽ കൂടി വളരെ ഡിഫറെൻ്റ് ആയ മാനങ്ങളും അതിലുണ്ട്. അപ്പോൾ ആർക്കൈവ് ഒരാളോട് സംസാരിക്കുന്നതല്ല മറ്റൊരാളോട് സംസാരിക്കുന്നത്. ആർക്കൈവിൽ യുക്തി പലർക്കും പലതാണ്. ആർക്കൈവിൻ്റെ ഒരു ലോജിക്ക് മാത്രമല്ല, അതിനകത്തും ഈസ്തറ്റിക്സും പൊളിറ്റിക്സും ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയും കൂടെ നമുക്ക് ഇത്തരം പ്രോജക്റ്റുകൾ തരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോകാൻ പറ്റും. പിന്നെ എനിക്ക് ക്യൂറേഷൻ താല്പര്യമുണ്ടായിട്ട് ഒരു ക്യൂറേറ്റർ എന്നുള്ള നിലയ്ക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു റിസർച്ച് കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിട്ട് ആ ഒരു നിലയ്ക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെയുള്ള ഒരു ഏരിയ ക്യൂറേഷൻ ആണ്, ക്യൂററ്റോറിയൽ പ്രാക്ടീസ് ആണ്. ഇവിടെ പഠിക്കുന്ന ക്യൂറേഷൻ കലയുടെ ക്യൂറേഷൻ ആണെന്നിരിക്കലെ ക്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയുടെ ഒരു എന്ത് തരത്തിലുള്ള ഡിസ്പ്ലേ ആണെങ്കിലും അതിൻ്റെ വളരെ ബ്രോഡായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കൺസെപ്ച്വൽ അവയർനെസ് മുതൽ ഏറ്റവും ചെറിയ കാര്യം വരെ, ഏറ്റവും നിസ്സാര കാര്യം വരെ, അതിൻ്റെ ഇടയിലുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഒരു കലാസൃഷ്ടി കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ പ്രധാനമാണ്, അറിയാലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന പുതിയ തലമുറ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്നാൽ കലയുടെ രംഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തലങ്ങളിലും ചോദിക്കാൻ പറ്റും. കലയുടെ അകത്ത് കടന്നു വന്ന് ഇത്തരം ക്യൂററ്റോറിയലും ആർക്കൈവലും ഒക്കെ ആയിട്ടുള്ള പ്രാക്ടീസ് പഠിച്ചുകൊണ്ട് ഒരാൾക്ക് സ്വന്തം കലാസൃഷ്ടി തന്നെ പുതിയ രീതിയിൽ, ഒരു കലാകൃതി തന്നെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള പ്രചോദനവും ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും. ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഇതുപോലൊരു ഗവേഷണ ആഭിമുഖ്യം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്രോജക്റ്റ്, ഡിസർട്ടേഷൻ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സും ബാച്ചിലർ ലെവലിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഫൈൻ ആർട്സ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഈ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. അത് ജനറൽ നോളജ് പേപ്പറാണ്. അത് വളരെ സാധാരണമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും, ആർട്ട് വർക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അത് എഴുതാൻ നോർമൽ കേസിൽ ജനറൽ നോളജ് ഉള്ള കുട്ടികൾക്ക് പ്രശ്നമില്ല. പക്ഷേ പിന്നെ വരുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ വരുന്നത് ആർട്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്തവർക്ക് ഒരു 3-4 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യമാണ്. 2 വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പിക്കാസോയുടെ ഗുയർണിക്ക അത് ഒരു ചിത്രമായിട്ട് തന്നാൽ ഈ ചിത്രത്തെക്കുറിച്ചൊരു ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് പറയും. ഇത് കാണുമ്പോഴേക്കും നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നത് സത്യസന്ധമായിട്ട് അതിനോടുള്ള റെസ്പോൺസ് എഴുതിയാൽ മതിയാവും. എഴുതുന്നതിൻ്റെ ഒരു ഭാഷയും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജെന്യുവിൻനെസ്, നമ്മുടെ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ വിഷയത്തോട്. അല്ലാണ്ട് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പാണ്ഡിത്യം ഉണ്ടോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്. അതിൽ കുറേ ഫാക്റ്റ്, കുറേ വിവരങ്ങൾ, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ അറിയുമോ എന്നൊന്നുമല്ല നോക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ഹാർട്ട് എന്തോരം ആ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുക, ചെക്ക് ചെയ്യുക. അതനുസരിച്ചാണ് മാർക്ക് എടുക്കുന്നത്. അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആര് ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ, അംഗീകരിക്കപ്പെടുന്ന ഭാഷ എങ്ങനെ, അതൊന്നും ആലോചിക്കാതെ സ്വന്തം വഴിക്ക് എഴുതുകയും സ്വന്തം വഴിക്ക് ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നവർക്കാണ് ഇവിടെ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഈ ആർട്ട് ഹിസ്റ്ററി എടുക്കുന്നവരുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിൽ എഴുതാനുള്ള ഒരു കഴിവ്, മനസ്സ് തുറന്ന് എഴുതാനുള്ള ഒരു കഴിവ്, സാഹിത്യത്തിൻ്റെ ഒരു അസ്കിത കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നന്നായി, അത് അഭികാമ്യമായിരിക്കും. അതായത് വായന മാത്രമല്ല, സാഹിത്യമായിട്ട് കാര്യങ്ങളെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ ചരിത്രത്തിലുള്ള താല്പര്യം, മനഃശാസ്ത്രത്തിലുള്ള താല്പര്യം,
പിന്നെ ഏറ്റവും പുത്തൻ ഇപ്പോൾ നമ്മുടെ ജിബ്ലിഫിക്കേഷൻ ഒക്കെ ഇല്ലേ, പുത്തനായിട്ടുള്ള ഒരു സയൻസിൻ്റെ മേഖലയിൽ എങ്ങനെയാണ് കല നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ എന്തുകൊണ്ട് കലാചരിത്രം പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളവർക്ക് അതും എഴുതാം. നിങ്ങൾക്ക് കലയെക്കുറിച്ച് എന്തൊക്കെ അറിയാമോ അതിനെക്കുറിച്ചുള്ളൊരു വിവരമാണ് സത്യത്തിൽ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ സത്യസന്ധമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണ് സെലക്ട് ചെയ്യുക.